ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നമ്മളൊരു പുതിയൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് വന്നേക്കണത്. എവിടേക്കാണ് പോകണമെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിലേയും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെല്ലാവരും കൂടിയിട്ട് മൈസൂർക്കാണ് പോണത്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും സാമഗ്രികളും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ അമ്മൂസും ചേച്ചിയും നമ്മുടെ കൂടെ ട്രിപ്പിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അളിയനാണ് നമ്മളെ വീട്ടിൽ അവരെ കൊണ്ടാക്കിയതിട്ടാണ്. അപ്പോൾ നമ്മുടെ പാച്ചനാണ് നമ്മുടെ വണ്ടിയുടെ സാരഥിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പട്ടിക്കൂട്ടന്മാരോടും യാത്ര പറഞ്ഞ് നമ്മളുടെ യാത്ര നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. വീടിനോടും ടാറ്റ പറഞ്ഞ് നമ്മൾ നേരെ പോയി നമ്മുടെ വല്യമ്മയുടെ വീട്ടിൽ കേട്ടോ. വല്യമ്മയുടെ അടുത്ത് നടന്നു പപ്പ വണ്ടിയിൽ കയറിയത്. അങ്ങനെ നമ്മൾ പപ്പേനെയും വണ്ടിയിൽ കയറ്റി നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മൈസൂർക്ക് പോയത്. അന്ന് ഞാൻ പോകുമ്പോൾ എനിക്ക് വലിയ ഓർമ്മയില്ല മൈസൂരിനെ കുറിച്ചിട്ട്. ഓർമ്മയുണ്ട്, എന്നാലും വലിയ ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ടും പിന്നെയും ഞാൻ ഒരു 4-5 വട്ടമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ മൈസൂർക്ക്. അങ്ങനെ നമ്മുടെ കുതിരാനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ചായ കുടിക്കാനും. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു. ഞാനൊരു കായ ബജിയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മൂസ് നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പിന്നെ നമ്മൾ കുപ്പണ്ണയിൽ കയറിയിട്ടാണ് നമ്മുടെ ഡിന്നർ കഴിച്ചത് കേട്ടോ. ഞാൻ കഴിച്ചത് ദോശയായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ട്വിസ്റ്റ് ഈ ട്രിപ്പിൽ സംഭവിച്ചത്. നമ്മൾ അങ്ങനെ രാത്രി വണ്ടി ഓടിച്ചിട്ട് പോണ ആൾക്കാരല്ല. അപ്പോൾ നമ്മൾ പതിവില്ലാണ്ട് വണ്ടി രാത്രി ഓടിച്ചപ്പോഴേ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാലക്കാട് മൈസൂർക്ക് പോണത് പാലക്കാട് കോയമ്പത്തൂർ കൂടിയിട്ടായിരുന്നു. അപ്പോൾ സത്യമംഗലം കൂടിയിട്ടാണ് നമ്മൾ കിടക്കണത്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൽ കൂടെ നമ്മളെ രാത്രി കടത്തി വിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് നമ്മളെ കടത്തി വിട്ടില്ല. അങ്ങനെ നമ്മൾ രാത്രി മൊത്തം വണ്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ ഒരു പെട്രോൾ പമ്പിൽ രാവിലെ എനിച്ചപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക്. എല്ലാ വണ്ടിക്കാരും എല്ലാ ലോറിക്കാരും ഒക്കെ ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ടിട്ടാ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കാട്ടിക്കോടുള്ള യാത്ര ആരംഭിച്ചു കേട്ടോ. സത്യമംഗലം നമ്മളുടെ വീരപ്പനൊക്കെ പണ്ടുണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ നമ്മൾ ഉറങ്ങാത്ത കാരണം എൻ്റെ മോന്തൊക്കെ വീർത്ത് വീങ്ങി കെട്ടിയിട്ടായിട്ടിരിക്കണത്. അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടാണ്. 27 എയർ പിന്ന് കയറിയിട്ടാണ് നമ്മളുടെ ഈ മൈസൂർക്കുള്ള യാത്ര പോകേണ്ടത്. അപ്പോൾ എനിക്ക് പണ്ടൊക്കെ എയർ പിന്ന് കയറുമ്പോൾ ഒരു ഛർദ്ദിക്കാൻ വരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞതേ നമ്മളുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കലാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക്. അത് കഴിഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവസാനം ഞാൻ കിടന്നുറങ്ങിയിട്ടാണ്. ഒരു 1 മണിക്കൂർ അങ്ങോട്ട് ഞാൻ വിശാലമായ രീതിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇത് ഞാനെടുത്ത വീഡിയോ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയേക്കണത് കേട്ടോ. പിന്നെ നമ്മൾ കാട്ടിക്കൂടെ പോണ കാരണം കുറേ മൃഗങ്ങളൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യാത്രയിൽ ചെയ്യേണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ആകെ കൂടി 2-3 മാനിനെയും പിന്നെ 2 മയിലിനെയും പിന്നെ ഒരു കാട്ടുപന്നീനെയാണ് ആകെ കൂടി കണ്ടിട്ടുള്ളത്. പിന്നെ തിരിച്ചു വരുമ്പോൾ കാണാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളത് ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ഉറങ്ങിയിട്ട് കണ്ണ് തുറക്കുന്നത് നമ്മൾ സ്റ്റേ ചെയ്യണ ഹോട്ടലിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ. ഹോട്ടൽ പ്രീതി ഇൻ്റർനാഷണലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഇത് 2ാമത്തെ വട്ടമാണ് ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യണത് കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒരു ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട്. പിന്നെ അതായത് നമ്മൾ ഹോട്ടലിലെത്തി റൂം ചെക്ക് ഇൻ ചെയ്ത് നേരെ നമ്മൾ റൂമിലേക്ക് പോയിട്ടാണ്. നമുക്ക് 2nd ഫ്ലോറിലായിരുന്നു നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 റൂമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിരുന്നു. അത് കാരണം നമ്മൾ റൂമിൽ കയറി വേഗം ഒന്ന് ഫ്രഷായിട്ട് വേഗം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പിന്നെ മിറർ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മിറർ വീഡിയോ അത് നിർബന്ധമാണല്ലോ, നമ്മളത് കൊടുത്തുവിട്ടാ. അങ്ങനെ നമ്മൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയാനുള്ള ആകാംക്ഷയിൽ നമ്മളിതേ അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുളിച്ച് റെഡിയായിട്ട് അന്നത്തെ ദിവസത്തെ സൈറ്റ് വിസിറ്റിന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ നമ്മളുടെ 3 ദിവസത്തെ അടിപൊളി വ്ളോഗ് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അതിൻ്റെ പിന്നാലെ നമ്മൾ റൂം ടൂറും ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ കേട്ടോ. അങ്ങനെ കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.